ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ 2026 ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെ വളരെ എഫക്റ്റീവായിട്ട് പഠിച്ച് നല്ല ഒരു കരിയർ എങ്ങനെ ബിൽഡ് ചെയ്യുക എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ നെയിം വരും. ഞാനൊരു കഴിഞ്ഞ 7 വർഷമായിട്ട് ദുബായിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. കൂടാതെ കഴിഞ്ഞ 2 വർഷമായിട്ട് 200 പരം സ്റ്റുഡൻസിന് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് ട്രെയിനിങ് ഞാൻ കൊടുക്കുന്നു. നമ്മളുടെ മെയിൻ ടോപ്പിക്കിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, ഇപ്പോൾ 2026 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിച്ചിറങ്ങുന്ന ഒരാൾക്ക് എന്തൊക്കെ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്ന സമയത്ത് നമുക്കിവിടെ പല പല മൊഡ്യൂൾസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളവിടെ SEO പഠിക്കുന്നുണ്ട്, നമ്മുടെ പെർഫോമൻസ് മാർക്കറ്റിംഗ് പഠിക്കുന്നുണ്ട്, നമ്മുടെ ബ്രാൻഡിങ് പഠിക്കുന്നുണ്ട്, നമ്മുടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പഠിക്കുന്നുണ്ട്, നമ്മളിവിടെ B2B മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ലിങ്ക്ഡിൻ്റെ മാർക്കറ്റിംഗ് പഠിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളവിടെ പല പല മൊഡ്യൂൾസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കോഴ്സ് പഠിച്ച് ഇറങ്ങുന്ന ഒരാൾക്ക് എന്തൊക്കെ ഫീൽഡിൽ അല്ലെങ്കിൽ എന്തൊക്കെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഒരു എൻട്രി ലെവൽ പൊസിഷനാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു കമ്പനിയിൽ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ട് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അവർക്ക് നമ്മുടെ പല ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റ് തന്നെയുള്ള ഗൂഗിൾ ക്യാമ്പയിൻസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഓക്കെ, അവരുടെ ഒരു ബ്രാൻഡിങ്, ഇതെല്ലാം നമ്മളാണ് ഇനീഷ്യലി ആദ്യത്തെ 2 വർഷം അല്ലെങ്കിൽ ആദ്യത്തെ 1 വർഷം നമ്മളത് ചെയ്ത് വളരെ എക്സ്പീരിയൻസ് ആയാൽ മാത്രമേ നമുക്ക് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ ഒരു അസിസ്റ്റന്റ് മാനേജർ അല്ലെങ്കിൽ ഒരു സീനിയർ മാനേജറായിട്ട് നമുക്ക് 2 വർഷം കഴിയുന്ന സമയം നമുക്കത് മാറാൻ പറ്റും. നമ്മൾ പ്രീവിയസ്ലി ഇട്ട കുറേ വീഡിയോസിൽ വന്നിരിക്കുന്ന കമൻസ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെ പഠിക്കണം, എവിടെ പഠിക്കണം, ഇത് ഓഫ്ലൈൻ ആയിട്ടാണോ പഠിക്കേണ്ടത് അല്ലെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ആയിട്ടോ പഠിക്കേണ്ടത് എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് പലരും കമൻ്റ് ആയിട്ട് അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈ 2026 എങ്ങനെ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ വളരെ പ്രാക്ടിക്കലായിട്ട് പഠിക്കേണ്ട ഒരു കോഴ്സാണ്. ഓക്കെ, അതായത് നമ്മളവിടെ ലൈവായിട്ട് പ്രൊജക്റ്റുകളും ടാസ്കുകളും അസൈൻമെൻറ്റ്സ് ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ വളരെ പ്രാക്ടിക്കലി പല പല ടാസ്കുകൾ ചെയ്തുകൊണ്ട് പഠിച്ചെടുക്കുന്ന ഒരു കോഴ്സാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഇപ്പോഴും ഈ പല ആൾക്കാരും ഈ ഒരു കോഴ്സ് പഠിക്കുന്നത് തിയറി മാത്രമാണ് പല ആൾക്കാരും പഠിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ചില അക്കാഡമി നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിറങ്ങുന്ന സമയത്ത് ഇപ്പം നമ്മളൊരു ഇൻ്റർവ്യൂ പോകുന്ന സമയത്ത് നമുക്ക് അവിടെ നല്ല പെർഫോം ചെയ്യാൻ പറ്റുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ഇൻ്റർവ്യൂവിൽ മിക്കപ്പോഴും ചോദിക്കുന്നത് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് കരുതുക. ഓക്കെ, ഇപ്പം നിങ്ങൾ ഇൻ്റർവ്യൂ വരുന്ന സമയം ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം എൻ്റെ ഒരു ലാസ്റ്റ് മന്തിൽ എൻ്റെ ഒരു സെയിൽസ് ഇത്രയായിരുന്നു. ഓക്കെ, എനിക്കിപ്പം ഓർഗാനിക്കലി കിട്ടിക്കൊണ്ടിരിക്കുന്ന ലീഡ്സ് ഇപ്പോൾ ഈ ഒരു നമ്പറാണ്. ഓക്കെ, അപ്പം എൻ്റെ ഒരു ലീഡ്സ് കൂട്ടാൻ ഇപ്പം ഞാനിപ്പോൾ നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ട് നമ്മളെ കമ്പനിയിൽ ഹയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ സെയിൽസ് എത്ര പെർസെൻറ്റേജ് കൂട്ടാൻ പറ്റും, അതല്ല എന്നുണ്ടെങ്കിൽ എത്ര ലീഡ്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, എന്തൊക്കെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യണം, ഇപ്പം ഓരോ പ്ലാറ്റ്ഫോമിൽ എത്രത്തോളം എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യണം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള വളരെ പ്രാക്ടിക്കലായുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ ചോദിക്കുന്നത്. നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നത് തിയറി ആയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ആൻസർ കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എന്താണ് ഈ പല പല കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ അറിയത്തില്ല എന്നവർക്ക്. പിന്നീട് മിക്കവർക്കുള്ള ഒരു ഡൗട്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓൺലൈനായിട്ട് പഠിക്കുന്നതാണോ നല്ലത്, അതല്ലാന്നുണ്ടെങ്കിൽ ഓഫ്ലൈനായിട്ട് പഠിക്കുന്നതാണോ നല്ലത് എന്നുള്ളത്. ഓക്കെ, അവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് നമ്മളുടെ ഒരു ടൈമിംഗ് ആയിരിക്കണം. അതായത് ഇപ്പം ഞാനിപ്പോൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അതല്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പം വേറെ എന്തെങ്കിലും കാര്യത്തിന് എൻഗേജ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഓൺലൈൻ കോഴ്സ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അതല്ല ഇപ്പം ഞാൻ പഠിത്തമോ കഴിഞ്ഞ് നിൽക്കുന്ന ഒരാളാണ്. ഓക്കെ, ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ PGO അല്ലെങ്കിൽ നമ്മൾ വേറൊരു എന്തെങ്കിലും കോഴ്സ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് റെഗുലറായിട്ട് പോയിട്ട് ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പം ഇത് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും നമ്മൾ മേക്ക് ഷുവർ ചെയ്യേണ്ട കാര്യം നമുക്കവിടെ പ്രാക്ടിക്കലി പല കാര്യങ്ങളും ചെയ്ത് പഠിക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് നമ്മളോട് ഫസ്റ്റിലെ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം. നമ്മൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയം നമ്മൾ ഫസ്റ്റിലെ കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ് അവിടെ നമുക്ക് പ്രാക്ടിക്കലി പഠിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം. പിന്നീട് നമ്മൾ നോക്കേണ്ട കാര്യമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിൻ്റെ സിലബസ്. അതായത് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നമ്മൾ എന്ത് പഠിക്കണം എന്നുള്ളത്. ഓക്കെ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ AI ഇൻക്ലൂഡ് ചെയ്ത ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് മാത്രമേ നമ്മൾ ചൂസ് ചെയ്യാവുള്ളൂ. ഓക്കെ, അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന പല പ്ലാറ്റ്ഫോമുകൾ, ഫോർ എക്സാമ്പിൾ മെറ്റാ ആഡ്സ്, ഓക്കെ, നമ്മൾ ഗൂഗിൾ ക്യാമ്പയിൻസ്, ഓക്കെ, ലിങ്ക്ഡിൻ, ഗൂഗിൾ അനലിറ്റിക്സ്, SEO ടൂൾസ്. ഓക്കെ, ഇവിടെയൊക്കെ പല AI ടൂൾസുകൾ നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, നമ്മളിപ്പം ഈ ഒരു 4 മാസത്തെ കോഴ്സിലല്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മാസത്തെ കോഴ്സിൽ
നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ടൂൾസുകൾ യൂസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു കോഴ്സ് കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് പല പല കാര്യങ്ങൾ നമുക്ക് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിനകത്ത് എന്തൊക്കെ കവർ ചെയ്യണമെന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സിലബസ് ഞാൻ ഈ വീഡിയോയുടെ ലിങ്കിൽ ഒരു ഡിസ്ക്രിപ്ഷൻ ആയിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു മെയിൻ കരിയറായിട്ട് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടതാണ് നമ്മളുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതെന്താണ് അങ്ങനെ എടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു 4 മാസത്തെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിക്കുകയാണെന്ന് കരുതുക. ഓക്കെ, സോ ആ ഒരു സമയത്ത് നമുക്ക് പല ടൂൾസുകൾ യൂസ് ചെയ്യാൻ നമ്മൾ പഠിക്കും. ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ പഠിക്കും. ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോംസ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം ഒരു ക്ലിയർ ആയിട്ടൊരു പിക്ചർ നമുക്ക് കിട്ടും. ഓക്കെ, പക്ഷേ ഇപ്പോൾ നമ്മളൊരു 4 മാസത്തെ കോഴ്സ് കഴിഞ്ഞിറങ്ങിയാലും നമ്മളുടെ ഈ ഒരു ഫീൽഡിൽ വരുന്ന പല ചേഞ്ചസ്, ഓക്കെ, പുതിയതായിട്ട് വരുന്ന അപ്ഡേറ്റ്സുകൾ, ഓക്കെ, ഇതെല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, അതായത് ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് നമ്മളെന്താണ് പിന്നെ നമ്മൾ ലേൺ ചെയ്ത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഒരു ഫീൽഡാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഫീൽഡ് ഇപ്പോൾ നമ്മളൊരു അക്കൗണ്ടിങ് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെന്താണ് ഒരു ലോജിസ്റ്റിക്സ്, ഓക്കെ, അപ്പം അല്ലെങ്കിൽ എന്താണ് നമ്മുടെ HR ഫീൽഡ്, അപ്പം ഇങ്ങനെയുള്ളൊരു ഫീൽഡല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അതുമായിട്ട് കമ്പയർ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിങ് എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 3 മാസത്തെ കോഴ്സോ അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഡിഗ്രി കഴിഞ്ഞിറങ്ങണമെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എന്താണോ പഠിക്കുന്നത് അതായിരിക്കും നമ്മൾ പിന്നീട് ആ ഒരു ഫീൽഡ് നമ്മൾ ചെയ്തു പോകുന്നത്. ഓക്കെ, പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിൽ അങ്ങനെയല്ല. ഓക്കെ, ഇപ്പോൾ 2 മാസം കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു 3 മാസം അല്ലെങ്കിൽ വർഷാവർഷം പല പ്ലാറ്റ്ഫോമുകളിൽ, ഓക്കെ, പല മാറ്റങ്ങൾ വരും, പുതിയ ടൂൾസ് വരും, പുതിയ അപ്ഡേറ്റ്സുകൾ വരും. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാര്യം ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ബിൽഡ് ചെയ്യണം. നമ്മളിപ്പോൾ 4 മാസത്തെ കോഴ്സ് കഴിഞ്ഞാലും ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നാണ് നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ കവർ ചെയ്യത്തില്ല. ഇതൊരു ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ആണ്, നിങ്ങളുടെ ഒരു കരിയറിൻ്റെ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ആണ്. ഓക്കെ, നിങ്ങൾ പിന്നെ എന്താണ് ഈ ഒരു ഫീൽഡിൽ നിങ്ങൾ പിന്നെ എന്താണ് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടേയിരിക്കണം. നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രാക്ടിക്കലി പഠിച്ച് നല്ല ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ 4 മാസത്തെ ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലസ് കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ്. ഞാൻ നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ എങ്ങനെ കോൺടാക്ട് ചെയ്യണം എന്നൊക്കെ ഞാൻ നമ്മുടെ വീഡിയോയുടെ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിരിക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെയാണ് പ്രാക്ടിക്കലി പഠിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനകത്തുള്ളൊരു മൊഡ്യൂളായ ഗൂഗിൾ ആഡ്സ്. ഓക്കെ, ഗൂഗിൾ ആഡ്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഇനീഷ്യൽ ക്ലാസ്സുകളിൽ എന്താണ് ഗൂഗിൾ ആഡ്സ്, ഓക്കെ, ഗൂഗിൾ ആഡ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഗൂഗിൾ ആഡ്സിൻ്റെ ബിഡിങ് സ്ട്രാറ്റജീസ് എന്താണ്, ഓക്കെ, ഗൂഗിൾ ആഡ്സിൻ്റെ കീവേഡ്സ് എന്താണ്, എങ്ങനെയാണ് കീവേഡ്സ് റിസർച്ച് ചെയ്ത് കണ്ടെത്തുന്നത്, ഓക്കെ, പിന്നീട് ആ ഒരു ഗൂഗിൾ ആഡ്സിൻ്റെ ഒരു പ്ലാറ്റ്ഫോം അതിൻ്റെ ഒരു ഓവർവ്യൂ ഒക്കെ നമ്മൾ പഠിക്കണം. ഓക്കെ, പിന്നീട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ കീവേഡ് റിസർച്ച് ചെയ്യുന്നത് പ്രാക്ടിക്കലി ചെയ്യണം. ഓക്കെ, ഗൂഗിളിൻ്റെ ആഡ്, ഫോർ എക്സാമ്പിൾ ഗൂഗിളിൻ്റെ സെർച്ച് ആഡ്, അതല്ലാന്നുണ്ടെങ്കിൽ ഗൂഗിളിൻ്റെ ഡിസ്പ്ലേ ക്യാമ്പയിൻസ്, ഓക്കെ, ഇതൊക്കെ നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ ചെയ്ത് നോക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം ഈ ഒരു വീക്കിൽ നിങ്ങൾ പഠിക്കുന്നത് ഗൂഗിൾ ആഡ്സ് ആണെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ് കഴിയുന്ന സമയത്ത് നിങ്ങൾ പ്രാക്ടിക്കലി പല ക്യാമ്പയിൻസ് പല ടാസ്കുകൾ പോലെ നിങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ, എന്നിട്ട് ആ ഒരു ക്യാമ്പയിൻ പബ്ലിഷ് ചെയ്തിട്ട് ആ ഒരു 1 വീക്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്, ഓക്കെ, അതിന് എത്ര ലീഡ്സ് കിട്ടി, എത്ര പേര് നമ്മുടെ ആഡ് കണ്ടു, ഓക്കെ, നമ്മളെ ആഡിൽ എത്ര ക്ലിക്സ് കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള മെട്രിക്സുകൾ നമ്മൾ മെഷർ ചെയ്യണം. അപ്പം നമ്മളിനി ഒരു നെക്സ്റ്റ് ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് അവർ നമ്മൾ ചോദിക്കും, ഓക്കെ, നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്, ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ, നിങ്ങൾ ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ മുമ്പെന്താണ് നമ്മൾ ടാസ്ക് ചെയ്തിട്ടുണ്ട്, ഗൂഗിൾ ആഡ്സിൻ്റെ ടാസ്ക് ചെയ്തിട്ടുണ്ട്, സ്വന്തമായിട്ട് നമുക്ക് വെബ്സൈറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊക്കെ എന്താണ് അവരിലോട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് എന്താണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ തന്നെ നമ്മൾ ചെയ്ത വർക്കുകൾ, നമ്മുടെ പ്രീവിയസ് ആയിട്ട് നമ്മൾ ചെയ്ത ക്യാമ്പയിൻസ് ഒക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ആ ഒരു ജോബ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എടുത്ത് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്ന സമയം നമ്മളെന്നാണിത് വളരെ പ്രാക്ടിക്കലി തന്നെ പഠിക്കണം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു എവർ ഗ്രോയിങ് ഫീൽഡ് തന്നെയാണ്. ഓക്കെ, പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിച്ചിറങ്ങുന്നതിനകത്ത് ചില ആൾക്കാർക്ക് അവർ ആഗ്രഹിക്കുന്ന ഒരു ജോബ് കിട്ടാത്തതിൻ്റെ മെയിൻ റീസൺ അവരത് കംപ്ലീറ്റ്ലി അത് പ്രാക്ടിക്കലി പഠിക്കാത്തത് കൊണ്ടാണ്. കൂടാതെ അവർക്ക് ഇൻ്റർവ്യൂവിന് നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് വളരെ പ്രാക്ടിക്കലായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂ പോകുന്ന സമയത്ത് നമ്മുടെ കോൺഫിഡൻസ് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, നമുക്ക് നല്ലപോലെ പല കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ സ്ട്രാറ്റജീസ് നമുക്ക് അവരുടെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ പഠിക്കേണ്ടത് വളരെ
പ്രാക്ടിക്കലിയാണ് പഠിക്കേണ്ടത്. ഓക്കെ, സോ ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്നാണ് ഒരു 25 ഇയേഴ്സ് അല്ലെങ്കിൽ എന്താണ് ഒരു 30 ഇയേഴ്സ് ആയാലും ഈ ഒരു ഫീൽഡ് എന്താണ് ഒരിക്കലും സ്റ്റോപ്പ് ആവുന്ന ഒരു ഫീൽഡ് അല്ല. ഓക്കെ, നിങ്ങൾക്ക് വളരെ കണ്ണും പൂട്ടി ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഡൗട്ടുകളും നമ്മളുടെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ മിക്ക കമൻസിനും ഞാൻ റിപ്ലൈ കൊടുക്കാറുമുണ്ട്. ഓക്കെ, കൂടാതെ ഞാൻ എൻ്റെ ഒരു കോൺടാക്ട് നമ്പർ ഇതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.